ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ രണ്ടുപേരും ഞാനും ശ്രുതിയും ആറ്റുകാല് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം എത്രയായി? 10:15 കഴിഞ്ഞു. ഓക്കെ, 10:15 കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാനും ശ്രുതിയും കൂടെയാണ് കേട്ടോ കോവിലിലേക്ക് പോകുന്നത്. 2 വീലറിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കാറിൽ മോട്ടയിൽ പോകാൻ നിന്ന് കഴിഞ്ഞ് പെട്ടു പോകും കേട്ടോ. അതൊരു തിരക്കാണ്, റോഡിലൊക്കെ ഫുൾ ബിസിയാണ് കേട്ടോ. എല്ലാവരും ലൈവാണ്. ഇതിപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്, രാത്രി 10:30 കേട്ടോ. എല്ലായിടവും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കിട്ടിയ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങ് കോവിലിൻ്റെ അങ്ങ് അറ്റം വരെ പോകാൻ പറ്റത്തില്ല, കാരണം ഫുൾ തിരക്കാണ്, വണ്ടി വിടത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിതാ കിട്ടിയ ഗ്യാപ്പിൽ ഒതുക്കിയിട്ട് ഇതാ കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഇത് അതിനിടയിൽ ചെണ്ടമേളം പോകുന്നുണ്ട്, ഘോഷയാത്രകൾ പോകുന്നുണ്ട്, വിളക്കുകെട്ടുകൾ വേറൊരു സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബാൻഡ് മേളമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്താണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോവിലിൻ്റെ സൈഡ് വശമാണ് നമ്മൾ എത്തിയത്. നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അടുക്കാൻ പറ്റുന്ന തിരക്കാണ്, പിന്നെ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി നേരെ നടയിലോട്ട് പോകാം കേട്ടോ. അവിടെയും നമ്മൾ ഈ തള്ളിയാണ് ഫുൾ പോയത് കേട്ടോ. പ്രത്യേകിച്ച് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പൊങ്കാലയ്ക്ക്. അതിൻ്റെ തലേ ദിവസമൊക്കെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതൊരു തിരക്ക് തന്നെയായിരുന്നു. ഇത് പിന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തവർക്കും ഉത്സവം കാണാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം എല്ലാവരും വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണെന്ന് അറിയാം, എന്നാൽ പോലും ഞാൻ എൻ്റേതായ രീതിയിൽ ഇടുന്നെന്ന് മാത്രം. അപ്പോൾ ക്യൂ കണ്ടോ, അവിടെ നിൽക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സൈഡ്, ആ കാണുന്ന സൈഡ് ക്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ക്യൂ ആണ്. എങ്ങനെ പോലും ഒരു 2:30 മണിയെങ്കിലും വീടുകൾ എത്തുമ്പോൾ തന്നെ അത്രയ്ക്ക് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാൻ പോയില്ല. അത് മാത്രമല്ല കാലിന് അത്ര നല്ല സുഖമില്ലായിരുന്നു കേട്ടോ. കാലിന് നല്ല വേദനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാൻ പോയില്ല. ഇതാണ് തോറ്റമ്പാട്ടുകാരുടെ സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു, ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് വിളക്കുകെട്ടുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ മൊത്തത്തിലൊരു ലഹരി തന്നെയാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് നമുക്ക് ചെണ്ടമേളവും അതുപോലെ ഈ വിളക്കുകെട്ടുകൾ വരുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ചെണ്ടമേളമാണെന്ന് തോന്നുന്നു. അതെ, ഇത് ഇപ്പോൾ വന്ന ഒരു വിളക്കുകെട്ടാണ് കേട്ടോ. അവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ കാണുന്നത് ബാൻഡ് മേളമാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് നേരം കാണാം കേട്ടോ. ഞാൻ കുറേ നേരം നിന്നെടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കാണാം.
അപ്പോൾ അങ്ങനെ കോവിലിനകത്തുള്ള എല്ലാ ചെണ്ടമേളങ്ങളും അതുപോലെ വിളക്കേട്ട് വന്നതൊക്കെ കണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഈ വന്ന വിളക്കേട്ടുകൾ ദേവിയുടെ നടയിലായിട്ട് ഇങ്ങനെ വച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായിട്ടോ. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ പിന്നെ ആദ്യമായിട്ടാട്ടോ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരു ക്ഷേത്ര സന്ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ശ്രുതിയും തൊഴുത് ഇറങ്ങി. അപ്പം നല്ല തിരക്കൊണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 11:30 എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലായിടവും ഫുൾ ക്യാമറയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്ത് അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും സ്വർണം സൂക്ഷിക്കുക, മോഷണം ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഇതിൻ്റെ ചുറ്റുപാട് തന്നെ വലിയ സ്റ്റേജുണ്ട്, ചെറിയ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വലിയ സ്റ്റേജിൽ കൂടുതൽ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പെർഫോമൻസ് ആയിരിക്കും അവിടെ കണ്ടുവരുന്നത്. ചെറിയ സ്റ്റേജിൽ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ആ വലിയ സ്റ്റേജിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മെനഞ്ഞാന്ന് ആൽമരത്തിൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പം എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് അറിയത്തില്ല, ഏതൊരു സെലിബ്രിറ്റിയുടെ എന്തോ പ്രോഗ്രാം ആയിരുന്നു നടന്നത്. ഓക്കെ, അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ നിരനിരയായിട്ട് ഇതുപോലെ വിളക്കേട്ടുകൾ ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് പോയി നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 2025 ആറ്റുകാൽ വിശേഷം എന്ന് പറഞ്ഞ ഇതാണ്. ഇനി അടുത്ത വീഡിയോ എന്തായാലും പൊങ്കാലയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ. അതെന്തായാലും ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ചെണ്ടമേള ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് നിറയെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നിലോട്ടും പോയില്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഡയറ്റിലാണ് കേട്ടോ. ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ ഷുഗർ കട്ടാണ് കേട്ടോ. ഷുഗർ ആഡഡ് ആയിട്ടുള്ള ഒന്നും കഴിക്കുന്നില്ല. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് 1 month ആയി. അതുപോലെ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നോക്കാനേ പോയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാനൊരു പൊളിച്ചേനെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സമയം ഒരു 11:45 കഴിഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി. വിളക്കെട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് വിളക്കെട്ടുകൾ ഞാൻ അടുത്ത് നിന്നിട്ട് ഒരുപാട് നിരനിരയായി പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണാമേ നമുക്ക്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഈ വിളക്കെട്ട് പിടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എത്രയോ ദിവസത്തെ വ്രതമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അത് വെച്ചിട്ട് കറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ വിളക്കേട്ടുകൾ ഞങ്ങൾ കണ്ട് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണി അടുപ്പിച്ചാവാറായി. അപ്പോഴും എല്ലാവരും ലൈവാണ് കേട്ടോ. മീൻസ് ആൾക്കാർ ഇപ്പോഴും ഓണായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ആറ്റുകാൽ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ഓണാണ്. എല്ലാവരും രാത്രി ഫുൾ ഓണാണ്. ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ നല്ല വെള്ളം ദാഹിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ജ്യൂസ് ഷോപ്പിൽ കയറി കേട്ടോ. ഒരു കുട്ടി കട്ടൻ കട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറി. അവിടെ ചെന്നിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ ഒരു ഷേക്ക് കുടിച്ചു കേട്ടോ. വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ കുടിച്ചത്. ശ്രുതി അതുപോലെ ലൈം ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തി കേട്ടോ. കുടിച്ച് കഴിഞ്ഞ് നേരെ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.
അപ്പോൾ ഗൈസ് ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്സ് എന്ന് പറയുന്നത് പാച്ചക്കുട്ടൻ്റെയും അതുപോലെ പൂപ്പിക്കുട്ടൻ്റെയും ഒക്കെ ലൈറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം ജസ്റ്റ് പോയി കണ്ടിട്ട് വന്നോളൂ കേട്ടോ. പാച്ചു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ കണ്ടിട്ട്. അതുപോലെ പൂപ്പിക്കുട്ടനും ഇഷ്ടമാണ്. പക്ഷേ പൂപ്പിക്കുട്ടൻ്റെ സൗണ്ട് ഒരു പേടിയാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത് വരാൻ പോകുന്നത് പൊങ്കാല വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ ടാറ്റാ, ടേക്ക് കെയർ, ലവ് യു ഓൾ.